ധനഹ രണ്ടാം ഞായർ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്തിൽ നിന്ന് സമസ്തവും സൃഷ്ടിക്കപ്പെട്ടു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. മനുഷ്യനിൽ വിളങ്ങുന്ന നന്മയാണ് അവന്റെ വെളിച്ചം. നമ്മിലെ നന്മ ദൈവത്തിലുള്ള നന്മയിലുള്ള പങ്കുപറ്റലാണ്. വിശുദ്ധ തോമസ് അഗനാസിന്റെ ദൈവാസ്തിത്വത്തിന്റെ 5 വഴികളിൽ സുപ്രധാനമായ ഒന്നാണ് ലോകത്തിലെ നന്മകൾ ദൈവത്വത്തിൽ പങ്കുപറ്റലാണെന്നത്. ലോകത്തിലെ നന്മ മുഴുവൻ ദൈവത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നു. ദൈവം നന്മയായിരിക്കുന്നതിനാൽ നിങ്ങളും നന്മ ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾ ദൈവപുത്രനാണെന്ന് ലോകം അറിയും. ലൂക്ക. അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി പിറന്ന യേശു പരിശുദ്ധാത്മാവിൽ നിന്നാണ് ജനിച്ചത്. ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ആ കൃപയാണ് യേശു. അരൂപിയും സർവശക്തനും സർവജ്ഞാനവുമായ ദൈവത്തെ നേരിട്ട് ദർശിക്കുക സാധ്യമല്ല. മനുഷ്യവർഗത്തിൽ തന്നെ ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിന്ന് സമ്മതിച്ചു കൊണ്ടിരിക്കുന്ന മോശയ്ക്ക് പോലും ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, അതിനുശേഷം ഞാൻ കൈമാറ്റും. അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം, എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല. ഇത് പഴയ നിയമം. പഴയ നിയമദാതാവായ മോശ ദൈവത്തിന്റെ വിശ്വസ്തദാസനായിരുന്നു. എന്നാൽ യേശുവാകട്ടെ മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനും ലൗകികമായ എല്ലാറ്റിനും ഉത്തരവാദിത്വമുള്ള ഒരാളുണ്ടെങ്കിലും സകലത്തിന്റെ നിർമ്മാതാവ് ദൈവമാണ്. മോശ ഒരു ഭൃത്യനെ പോലെ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ദൈവഭവനത്തിൽ പുത്രനാണ്. യേശുവിന്റെ ജനനത്തോടെ പഴയ നിയമം കാലഹരണപ്പെട്ടു. അതിന്റെ സ്ഥാനത്ത് യേശു വഴി പുതിയ നിയമം നൽകപ്പെട്ടു. അവന്റെ പൂർണ്ണതയിൽ നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയാണ് ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അന്ന് വരെ ആരും ദൈവത്തെ കണ്ടില്ല. എന്നാൽ ആദി മുതൽ ഉണ്ടായിരിക്കുന്നതും സ്വന്തം കാതുകൊണ്ട് കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ദൈവത്തിന്റെ ജീവന്റെ വചനത്തെപ്പറ്റി അവർ പ്രസംഗിച്ചു. അഗ്നിസ്തംഭത്തിലൂടെയും മേഘത്തൂണിലൂടെയും സാക്ഷ്യപേടകത്തിലും അവരോടൊപ്പം മറഞ്ഞു സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ചൈതന്യം മൂർത്തമായി അവർക്കിടയിൽ വസിച്ചു. ഇത് ആരുടെയും യോഗ്യതയല്ല, ദൈവത്തിന്റെ കൃപ വലിയ കൃപയാണ്. പാണ്ഡിത്യം കൊണ്ടോ ശക്തി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ആർക്കും വെട്ടിപ്പിടിക്കാവുന്നതോ സ്വന്തമാക്കാവുന്നതോ അല്ല അത്. ദൈവകൃപ ഒന്ന് മാത്രം. ആദിയിൽ മാതാപിതാക്കൾ നഷ്ടമാക്കിയ ദൈവ ഛായ വീണ്ടെടുത്ത് നൽകപ്പെട്ടതാണ് ആ ദൈവകൃപ. നാം ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനായി നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നതാണ് ആ ദൈവകൃപ. ലോകത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ പ്രവർത്തികൾ ചെയ്യുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്ത് അവൻ ചുറ്റി സഞ്ചരിച്ചു. ഇത് ലോകത്തെ ശിക്ഷയ്ക്ക് വാദിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ച മനുഷ്യർ സ്വയം ശിക്ഷാവിധി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. ആദി മാതാപിതാക്കളും കായേനും യൂദാസും ഇടതുകള്ളനും ഫരിസേയരും നിയമജ്ഞരും പുരോഹിത പ്രമുഖരും ഒക്കെ ലോകത്തിലേക്ക് അയപ്പെട്ട നിത്യപ്രകാശത്തെ തള്ളി കളഞ്ഞ അന്ധകാരത്തെ പുലരിയാക്കിയവരാണ്. തെറ്റിന്റെ വഴിയിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ച് തിരികെ വന്ന വിശുദ്ധ അഗസ്റ്റിൻ യേശു അനുയായികളെ വധിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മാനസാന്തരത്തിലേക്ക് കടന്നുവന്ന സാവൂൾ, യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട ശിഷ്യന്മാർ ഒക്കെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് തിരികെ വന്ന മനുഷ്യരുടെ പ്രതിനിധികളാണ്, പുതിയ നിയമ സൃഷ്ടികളാണ്. ശത്രുക്കളെ വെറുക്കുക എന്ന പഴയ നിയമം പുതിയ നിയമത്തിൽ ശത്രുക്കളെ സ്നേഹിക്കുകയെന്നും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നും അവൻ തിരുത്തി എഴുതി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന നിയമത്തെ വലതു കർണത്ത് അടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക, ഉടുപ്പ് കരസ്ഥമാക്കി അനുമതിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവരോട് കൂടെ 2 മൈൽ ദൂരം പോകുക എന്നതൊക്കെയാണ് കൃപ നിറഞ്ഞ പുതിയ നിയമത്തിലെ ചട്ടങ്ങൾ. മാനവ ചരിത്രത്തെ 2ആയി വിഭജിക്കുവാൻ പിറന്നവൻ, ജനിച്ചതിന് ശേഷം ജീവചരിത്രം ആരംഭിക്കുന്നിടത്ത് ജനിക്കുന്നതിന് മുമ്പേ ചരിത്രം എഴുതപ്പെട്ട ഒരേ ഒരു ആൾ, ജീവിക്കുന്നതിന് വേണ്ടി എല്ലാവരും ജനിക്കുമ്പോൾ മരിക്കുന്നതിന് വേണ്ടി ജനിച്ച വ്യക്തി, രക്തം ചൊരിഞ്ഞ് രാജ്യങ്ങൾ കീഴടക്കിയ ലോക ചരിത്രത്തിൽ
സ്വയം രക്തം ചിന്തി സർവ്വലോകങ്ങളും കീഴടക്കിയ ഒരേ ഒരു വ്യക്തി. ഇടതുവരെ വലത് പടതുയർത്തപ്പെട്ട എല്ലാ രാജ്യങ്ങളും കാലയവനികൾക്കുള്ളിൽ മറഞ്ഞപ്പോൾ കാലപ്പഴക്കം ചെല്ലും തോറും രാജ്യവിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലെ രാജാവ് ലോകാന്ത്യത്തിൽ വീണ്ടും വരികയും നീതി നിർവഹണം നടത്തി വിശ്വസ്ത പ്രജകളെ തന്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന നീതിമാനായ രാജാവ്, അതുല്യനായ രാജാവ്. രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ആവശ്യമായതെന്തും ചോദിക്കാതെ തന്നെ കൂട്ടിച്ചേർത്ത് നൽകുന്ന രാജാവ്, യുഗാന്ത്യം വരെ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത രാജാവ്, സകല നാമങ്ങൾക്കും ഉപരിയായ നാമം പേറുന്ന രാജാവ്, സർവ്വലോകങ്ങൾക്കും മുട്ടുമടക്കുന്ന രാജാവ്, കൃപാവരത്തിന്റെ ഉറവിടമാക്കിയ രാജാവ്, കൃപയ്ക്കുമേൽ കൃപ ചൊരിയുന്ന രാജാവ്.